സഹോദരി, പൂത്തുലഞ്ഞതുപോലെയാണ് നീ വന്നിരിക്കുന്നത്. നിന്നെ കൊട്ടാരത്തിന്റെ ആദ്യ പകുതിയിൽ നിർത്തി സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വാ, അകത്തുപോയി കൊട്ടാരം ചുറ്റിക്കാണാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളത് ദേവേന്ദ്രന്റെ അമരാവതി പട്ടണമാണ്. രണ്ടാമതായി നാഗന്മാരുടെ ഭോഗവതി നഗരമാണെന്ന് പറയും. ഇവ രണ്ടിനെയും വെല്ലുന്നതാണ് നമ്മുടെ അസുരശില്പി മയനാൽ നിർമ്മിതമായ ലങ്കാ മഹാരാജ്യം. അതിൽ വാഴുന്നവളാണ് നീ. ഈ ചെറിയ മാളിക നീ ചുറ്റിക്കണ്ടുവല്ലോ. നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടുവോ? മാളിക എന്തായാലും ഭംഗിയുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിന്റെ നിർമ്മിതിയിൽ എന്തോ ഒരു വലിയ കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്ത്? ഈ മാളികയിൽ വലിയ കുറവുണ്ടെന്നോ? അതെ ജ്യേഷ്ഠ. ഈ മാളിക പണിയാനായി പൂജ നടത്തുന്ന സമയത്ത് വാസ്തുശാസ്ത്രം നോക്കിയാണോ നടത്തിയത്? ഭൂമിശാസ്ത്രം നോക്കിയിരുന്നോ? അതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങളൊന്നും നോക്കിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് വസിക്കാനായി ഒരു മാളിക വേണമെന്ന് തോന്നി. ഇവിടെയുള്ള മികച്ച ശില്പികളെ വരുത്തി ഉടനെ ഈ മാളിക പണി കഴിപ്പിക്കണമെന്ന് കൽപ്പിച്ചു. സമയവും നക്ഷത്രവുമൊന്നും ശരിയല്ല. അതിനാൽ ദേവപൂജ നടത്തി ആരൂഢം നോക്കണമെന്നാ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്കത് കേട്ട് കോപം വന്നു. ആ ശില്പികളുടെ മുഖത്തു നോക്കി, ഹേയ് മൂഢന്മാരെ, ആ ദേവന്മാര് തന്നെ അസുരന്മാരായ ഞങ്ങളുടെ പേര് കേട്ടാൽ ഭയന്നു വിറയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോ അവരുടെ പേരിൽ പൂജ ചെയ്ത് ആരൂഢം നോക്കണമെന്ന് പറയുന്നുവോ? നിങ്ങൾക്കെല്ലാം എന്ത് അഹങ്കാരമാണെന്ന് പറഞ്ഞ് അവരെ അടിച്ച് വിരട്ടി ഓടിച്ചു. അവസാനമായി ഒരു ശില്പിയെ വിളിച്ചു വരുത്തി ഇത് പണി കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അയാൾ ഞങ്ങളുടെ ഉത്തരവിനെ ഭയന്ന് ഉടൻ പണി കഴിപ്പിച്ചു തന്നു. ഞങ്ങളും ഉടൻ കുടിയേറി. അങ്ങനെയാണോ? ജ്യേഷ്ഠ, ഒരുവന്റെ വിധിയെ നവഗ്രഹങ്ങൾ മാത്രമല്ല തീരുമാനിക്കുന്നത്, അവൻ കുടിയിരിക്കുന്ന വാസസ്ഥലവും നിർണയിക്കുമെന്ന് പറയാറുണ്ട്. തലവിധി നന്നായിരിക്കുന്നവനെപ്പോലും വാസ്തുശാസ്ത്രം ശരിയല്ലാത്തൊരു ഗൃഹം നശിപ്പിക്കുമെന്നാണ് കേട്ടുകേൾവി. നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരനെ കണ്ട് ഈ ഉലകം തന്നെ ഭയപ്പെട്ടാലും അദ്ദേഹം ഈ ശാസ്ത്രവിധികളൊക്കെ കണ്ട് ഒരുപാട് ഭയപ്പെടും. ആ ദൈവഭയത്തോടെയാണ് ലങ്കയിലെ കോട്ടകൾ മുതൽ ഒരുപാട് മാളികകൾ മുറ തെറ്റാതെ മയനെക്കൊണ്ട് പണി കഴിപ്പിച്ചത്. മറ്റുള്ളവരെയും ശാസ്ത്രമനുസരിച്ച് നിർമ്മിക്കാനേ സമ്മതിച്ചുള്ളൂ. അതുകൊണ്ടാണ് അസുരഗണത്തിൽപ്പെട്ട നമ്മൾ ദൈവങ്ങളുടെയും ദേവന്മാരുടെയും കൃപയില്ല എന്നുണ്ടെങ്കിലും എന്നും സമൃദ്ധമായി വാഴുന്നത്. ശൂർപ്പണകേ, വാസ്തു എന്നാൽ എന്താ? വാസ്തു എന്ന് പറയുന്നത് ഒരു ഭൂതപുരുഷനാണ്. എന്ത്? ഭൂതപുരുഷനോ? അതേ ജ്യേഷ്ഠ. ശിവഭഗവാൻ അന്തകാസുരനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിയർപ്പ് നിലത്ത് വീണ് അതിൽ നിന്ന് ത്രിലോകങ്ങളെയും വിഴുങ്ങാൻ ത്രാണിയുള്ള ഒരു മഹാഭൂതം രൂപപ്പെട്ടു. ആ ഭൂതം ശിവഭഗവാന്റെ കൽപ്പനയനുസരിച്ച് അന്തകാസുരനെ വധിച്ച് അവന്റെ രക്തത്തെ ഒരു തുള്ളി പോലും താഴെ പോകാതെ വിഴുങ്ങി. പിന്നീട് ആ ഭൂതം എവിടെ പോയി? അത് ശിവഭഗവാനെക്കുറിച്ച് മാത്രം ഓർത്ത് തപസ് ചെയ്ത് ശക്തിയുള്ള വരങ്ങൾ പ്രാപ്തമാക്കി വിണ്ണിലുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവനെ ഭയന്ന് ദേവന്മാർ ശിവഭഗവാന് തുല്യനായ ശ്രീകണ്ഠരുദ്രന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ ഭൂതത്തെ നശിപ്പിച്ചുവോ? ഇല്ല. ആ മൂർത്തി തന്റെ ശക്തിയാൽ അതിബലൻ എന്നൊരു രുദ്രന് രൂപം നൽകുകയുണ്ടായി. മന്ത്രതന്ത്രങ്ങളും സൃഷ്ടിച്ചുകൊടുത്ത് ആ ഭൂതത്തെ അടക്കാൻ പറഞ്ഞയച്ചു. ആ അതിബലൻ ചെന്ന് കയറുകൾ കൊണ്ട് ഭൂതത്തെ ബന്ധിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് പതിപ്പിച്ച് നീളവും വീതിയുമുള്ള ആ ഭൂതത്തിന്റെ മുകളിൽ ദേവന്മാരെ താമസിപ്പിക്കുകയും ചെയ്തു. അതായത് ദേവന്മാർ ആ ഭൂതത്തിന് മുകളിൽ വസിക്കുന്നതിനാലാണ് അതിന് വാസസ്ഥലം എന്ന് പേരുണ്ടായത്. അത് വീണ്ടും നാലായി ചുരുങ്ങി വാസ്തു എന്നും ആ ഭൂതത്തിന് വാസ്തുപുരുഷൻ എന്നും പേരുണ്ടായി. ശരി, അതും മാളിക കെട്ടുന്നതും തമ്മിൽ എന്താണ് ബന്ധം? ജ്യേഷ്ഠ, ദേവന്മാർ ആ ഭൂതത്തിന് മുകളിൽ വസിക്കുന്നതിനാൽ അത് പവിത്രമായി എന്നും അത് നിദ്ര നീങ്ങി ശുദ്ധിയായി പൂജ ചെയ്ത് ഭോജനം ചെയ്യാതെ താമ്പൂലം തളിക്കുന്ന 1.5 നാഴികയ്ക്കുള്ളിൽ ഗൃഹപൂജ നടത്തുകയാണെങ്കിൽ ആ മാളിക പവിത്രമാകുമെന്നത് ശാസ്ത്രമാണ്. സഹോദരി, ആ ശാസ്ത്രപ്രകാരം ഈ മാളികയ്ക്ക് എന്തൊക്കെ കുറ്റങ്ങളാ ഉള്ളതോ? എന്തു കുറ്റങ്ങളാണെന്നോ? ജ്യേഷ്ഠ, രാജകൊട്ടാരത്തിന്റെ കവാടം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കണം ദർശനം വേണ്ടത്. ഇവിടെയോ വടക്ക് ഭാഗത്താണുള്ളത്. കൂടാതെ തെക്കിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട ഭാഗത്ത് കലവറയാണ് വച്ചിരിക്കുന്നത്. പാചക അറ ഉണ്ടാകേണ്ട അഗ്നിമൂലയിൽ പൂജയറയിരിക്കുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം എങ്ങനെ അഭിവൃദ്ധി നേടും?
വിരോധങ്ങളും വീഴ്ചകളും മാത്രമേ ഉണ്ടാവൂ. ശൂർപ്പണകേ, നീ പറഞ്ഞതെല്ലാം സത്യമാണോ? അത് സത്യമാണെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അറിയാവുന്നൊരു ശില്പി ഇങ്ങനെയൊരു താറുമാറായ കെട്ടിടം എങ്ങനെയാണ് നിർമ്മിച്ചത്? അവൻ എങ്ങനെയാണ് നിർമ്മിച്ചത്, എന്തിനാണ് നിർമ്മിച്ചതെന്നൊക്കെ ആ ശില്പിയോട് തന്നെ ചോദിച്ചറിയാം. ജ്യേഷ്ഠ, അയാളോട് വരാൻ പറയൂ. ഇതാ ഇപ്പൊ തന്നെ വിളിച്ചു കൊണ്ടുവരാം. അനുജ, തിരിച്ചുറ, നീ ചെന്ന് ആ ശില്പിയെ കൂട്ടിക്കൊണ്ടുവാ. ഇതാ ഒരു നൊടിക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുവരാം. ആ ശൂർപ്പണകേ, ഗ്രഹനിർമ്മാണത്തിൽ ഇത്രയും നിഗൂഢതകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജ്യേഷ്ഠ, ഈ ലോകത്ത് നിഗൂഢതകളില്ലാത്ത കലകളേയില്ല. നമ്മളതെല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ചു നിന്നാൽ നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരനെ പോലെ ഈ ഭൂമിയിൽ ഗാംഭീര്യത്തോടെ വാഴാം. ജ്യേഷ്ഠ, ശില്പിയെ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാരാജാവിന് പ്രണാമം. ഇവനാണ് ഈ മാളിക പടികഴിപ്പിച്ച ശില്പി. ഏയ് ശില്പി, നീ ഈ മാളിക വാസ്തുശാസ്ത്ര വിധിപ്രകാരമാണോ നിർമ്മിച്ചത്? അതെ, അതിലെന്താ സംശയം? ശാസ്ത്രമനുസരിച്ച് തന്നെയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അഗ്നിമൂലയിൽ ഭഗവാന് പൂജയറ നിർമ്മിക്കാമോ? അത് പിന്നെ ഭഗവാൻ എല്ലാ ദിശകളിലും ഉണ്ടല്ലോ. ആയതിനാൽ ഏതു ദിശയിൽ പൂജ ചെയ്താലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. കൈലാസത്തിന്റെ നാഥനേ വാഴുക, എന്റെ നാടിന്റെയും നാഥനേ വാഴുകയെന്ന് ഞാൻ ശിവഭഗവാനെ ദിവസവും വാഴ്ത്താറുള്ളതല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വടക്ക് ദിശയിൽ പൂജ ചെയ്യാമെന്ന് വെച്ചത്. തെക്ക് ദിശയുടെ ശിവനെ വാഴുക എന്ന് എന്തിനാണ് പറയുന്നതെന്നറിയാമോ? ഭഗവാൻ തെക്കുള്ള മഹേന്ദ്രമലയിൽ കല്ലാല വൃക്ഷത്തടിയിലിരുന്ന് സനകാദി മുനിവര്യന് മൗനത്തിന്റെ ഭാഷയിൽ ജ്ഞാനോപദേശം നൽകിയതിനാലാണ് അദ്ദേഹത്തെ തെക്കൻ നാടിന്റെ ശിവനേ എന്ന് വാഴ്ത്തുന്നത്. അപ്പോൾ പോലും അദ്ദേഹം വടക്ക് ദിശയിൽ അമർന്നാണ് തെക്ക് ദിശ നോക്കി ഉപദേശം നൽകിയിരിക്കുന്നത്. ശില്പി, നീ പണികഴിപ്പിച്ച ഈ പൂജയറയിൽ ഞാൻ ഇപ്പോൾ തന്നെ ദീപാരാധന ചെയ്യാം. അതാരാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ശില്പി, ദാ കണ്ടില്ലേ, ഭഗവാനെ തെക്ക് ദിശയിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്താൽ പൂജ സ്വീകരിക്കുന്നത് ആരാണെന്ന് ദാ ഇപ്പോ കണ്ടില്ലേ. ഒരുവൻ നമുക്ക് വേണ്ടാത്തവനാണ് എന്നുണ്ടെങ്കിലും അയാൾ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഭ്യസിച്ച കലയ്ക്ക് ദ്രോഹം ചെയ്യാതെ ആ ജോലി കൃത്യമായി ചെയ്തു കൊടുക്കുക എന്നതാണ് ആ കലയോട് കാണിക്കുന്ന മര്യാദ. എന്നാ നീയോ എന്റെ സഹോദരന്മാരുടെ നാശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ മാളിക പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആയതിനാൽ നീ ഈ ഭൂതങ്ങൾക്ക് ഇരയായിക്കൊള്ളൂ. ഏയ് ഭൂതങ്ങളെ, ഇന്ന് നിങ്ങൾക്കുള്ള ബലിയായി ഈ നിൽക്കുന്ന ശില്പിയെ നൽകാം. സ്വീകരിച്ചാലും. കെട്ടിടകലയിൽ ഇത്രയും സൂക്ഷ്മതകളുണ്ടെന്ന് എനിക്കിന്നാണ് മനസ്സിലാകുന്നത്. ജ്യേഷ്ഠ, അങ്ങ് ആവശ്യമില്ലാതെ എടുത്തു ചാടിയതാണ്. നമ്മുടെ മാതുലൻ അസുരശില്പിയായ മയനെ വിളിച്ചു വരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം വന്ന് എത്രയോ ഭംഗിയുള്ള ഔപചാരികമായ മാളിക നിങ്ങൾക്ക് പണി കഴിപ്പിച്ചു തരുമായിരുന്നു. അതേ സഹോദരി. അത് പിന്നെ നിർമ്മിച്ച് തരുമായിരുന്നു. ശരി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ ഈ മാളിക നമ്മൾ എന്തു ചെയ്യും?
നമ്മുടെ വീരന്മാരെ കൊണ്ട് ഇടിച്ച് നിലംപരിശാക്കിയാലോ? ആ ഇനിയും ഇങ്ങനെ എടുത്തുചാട്ടം വേണ്ട. മാതുലൻ മയനെ വിളിച്ചു വരുത്തൂ. അദ്ദേഹം വന്ന് മാനസികമായി തന്നെ ഈ മാളികയിലുള്ള കുറവുകളെ മാറ്റിയെടുത്തുകൊള്ളും. നീ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാതുലനായ മായ, ഞങ്ങളൊരു ചതിയനായ ശില്പിയെ വിശ്വസിച്ച് ഈ മാളിക പണികഴിപ്പിച്ച് വഞ്ചിതരായി നിൽക്കുകയാണ്. ഞങ്ങളെ സഹായിക്കുവാനായി അങ്ങ് ശീഘ്രം ഇവിടേക്ക് വരേണ്ടതാണ്. വന്നാലും മാതുല, വന്നാലും മായ. കരൻ പെട്ടെന്നെന്തിനാണ് എന്നെ വിളിക്കുന്നത്? നാരായണ നാരായണ. ആഹാ, നാരദ മഹർഷിയോ, ത്രിലോക സഞ്ചാരിയെ, അങ്ങയുടെ തൃപ്പാദ കമലങ്ങളിൽ 1 കോടി പ്രണാമമർപ്പിക്കുന്നു. ലങ്കാരാജ്യത്തിന്റെ ശില്പിയെ, വിശ്വകർമാവിന്റെ പുത്ര, നിന്റെ കഴിവും മഹിമയും എന്നും ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആഹാ, ഞാൻ ധന്യനായി. അതിരിക്കട്ടെ, ദണ്ഡകാരണ്യത്തിൽ ഈ മാളികയിലേക്ക് പെട്ടെന്നങ്ങ് ആഗതനായല്ലോ. എന്തെങ്കിലും കാരണമുണ്ടോ? വേറൊന്നുമല്ല നാരദ മഹർഷി. ലങ്കാധിപതി രാവണേശ്വരൻ എന്റെ മരുമകനാണെന്ന് അങ്ങേക്കും ഈ ലോകത്തുള്ളവർക്കും അറിയാവുന്നതല്ലേ? അത് ശരിയാണ്. എന്റെ മരുമകന്റെ ഇളയമ്മമാരുടെ പുത്രന്മാരായ കരദൂഷണന്മാർ പെട്ടെന്ന് എന്നെ വിളിച്ചു. എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ അവരെ കാണാനാണ് ഞാൻ വന്നത്. അതിരിക്കട്ടെ, ഞാനും അവരെ കണ്ടിട്ട് ദീർഘകാലങ്ങളായില്ലേ. കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതിരിക്കട്ടെ മയനെ, ഒരു സംശയം. അവർ വിചാരിച്ചാൽ ഒരു ഞൊടിയിൽ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റും. അത്രയും കഴിവുള്ള അവർ ഇവിടേക്കെന്തിനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്? ഞാനും അങ്ങേപ്പോലെയാണ്. എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കി. എന്നിട്ട് കണ്ടോ? എന്താണ് കണ്ടത്? അതായത് കരദൂഷണന്മാർ ഒരു ശില്പിയെ വെച്ചാണ് ഈ മാളിക പണി കഴിപ്പിച്ചത്. ആ ശില്പിയാണെങ്കിൽ ദേവന്മാരുടെയും മുനിമാരുടെയും പ്രേരണയിൽ ഈ മാളികയെ തെറ്റായിട്ടാണ് പണിതത്. ഈ മാളിക ഇങ്ങനെ തന്നെ നിന്നാൽ കരദൂഷണന്മാരുടെ നാശം ഉറപ്പാ. നാരായണ. ആയതിനാൽ ഇതിനെ മാറ്റി പണി കഴിപ്പിക്കാൻ ശൂർപ്പണയുടെ പ്രേരണയിലാണ് അവരെന്നെ വിളിച്ചു വരുത്തിയതെന്ന് മനസ്സിലായി. അതെയോ? അതിരിക്കട്ടെ, ഈ മാളിക പണിത ശില്പിയെ അവരെന്താണ് ചെയ്തത്? അവരെ ഭൂതങ്ങൾക്ക് ബലിയായി കൊടുത്തുവിട്ടു. എന്ത്? ദേവന്മാരുടെ നന്മയ്ക്കായി പാടുപെട്ട ഒരുവനെ ഭൂതങ്ങൾക്ക് ബലി കൊടുത്തുവെന്നോ? നാരായണ. ഈ മാളിക ഉപയോഗിച്ചു തന്നെ കരദൂഷണന്മാരുടെ നാശത്തിന് ഞാൻ വഴിതെളിക്കണം. നാരദരെ, എന്താ തനിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അത് മയനെ, ഈ മാളികയെ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. മാനസികമായി ഈ മാളികയിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റി എന്റെ മരുമക്കൾക്ക് കൊടുക്കാൻ പോകുന്നു നാരദരെ. മയനെ, ഈ മാളിക മാറ്റിയിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. നിന്റെ ജീവിതവും ഇവിടെ തന്നെ തീരും. നാരദരെ, താങ്കൾ എന്താ ഈ പറയുന്നത്? വിശ്വകർമാവിന്റെ പുത്ര, ഈ ലോകത്തുള്ള അസുരന്മാരെ എല്ലാം നശിപ്പിക്കുന്നതിനു വേണ്ടി അഗസ്ത്യന്റെ ചിന്തകൾ പ്രകാരം ശ്രീരാമചന്ദ്രൻ പഞ്ചവടി ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വാക്ക്, ഒരു വില്ല്, ഒരു ചരട് അങ്ങനെ ജീവിക്കുന്നയാളാണ്. മാത്രമല്ല രാമബാണം വളരെ ശക്തവുമാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ടവർ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെയില്ല. ഇപ്പോഴാണെങ്കിൽ നീ അദ്ദേഹത്തിന്റെ എതിരാളികളായ അസുരന്മാരെ സഹായിച്ചാൽ അദ്ദേഹം നിന്നെ വെറുതെ വിടുമെന്നാണോ? വിടില്ല. എന്റെ വിധിയും അദ്ദേഹം തന്നെ തീരുമാനിക്കും. ഈ വിവരമൊന്നും അറിയാതെ വെറുതെ ഈ വിഷയത്തിൽ വന്ന് തലയിട്ടു. നാരദരെ, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായി അങ്ങ് തന്നെ ഒരു മാർഗം ഉപദേശിക്കണം. ഉപദേശിക്കാം മയ, ഉപദേശിക്കാം. ഒരു ഭാഗത്ത് അസുരന്മാർ, മറുഭാഗത്ത് പാതി എത്തി നിൽക്കുന്ന ശ്രീരാമൻ. ഇവർക്കിരുവർക്കുമിടയിൽ നിൽക്കുന്ന നീ രക്ഷപ്പെടണമെങ്കിൽ എന്തു വച്ച് പൂജിച്ചാലാണോ ഈ മാളികയിലുള്ള കുറ്റങ്ങളെല്ലാം നീങ്ങുന്നത്? അതെനിക്ക് തന്നേക്ക്. അത് ഞാൻ നിന്റെ പേരിൽ കൊണ്ടുപോയി അവരുടെ അടുത്ത് കൊടുത്ത്, മയനിത് എന്നെ ഏൽപ്പിച്ചു, നിങ്ങൾ ഇത് വച്ച് പൂജിച്ചോളൂ, ഈ മാളികയിലുള്ള ദോഷങ്ങളെല്ലാം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞുകൊള്ളാം. ആഹാ, ഇത് നല്ല മാർഗമാണ്. നാരദരെ, ഞാനൊരു ചെറിയ പെട്ടകത്തിൽ ആത്മലിംഗത്തെ അടക്കം ചെയ്തു തരാം. താങ്കൾ അത് കൊണ്ടുചെന്ന് കരദൂഷണന്മാർക്ക് കൊടുത്ത് എന്നോട് പറഞ്ഞത് എന്നെ പറഞ്ഞോളൂ. അങ്ങനെ ചെയ്തോളൂ. വളരെ നല്ല കാര്യം. നീ തരൂ, നീ തരൂ. ഇത് ആത്മലിംഗമാണോ? നാരദരെ, ഇതുതന്നെയാണ് ആത്മലിംഗം. ഇതുകൊണ്ടുപോയി കരദൂഷണന്മാരെ ഏൽപ്പിക്കൂ. അങ്ങനെ ഞാൻ രക്ഷപ്പെടും.
ഞാൻ പോയി വരാം. രാമബാണത്തിന്റെ മഹിമ അറിഞ്ഞതും കണ്ടില്ലേ മയൻ ശരവേഗത്തിൽ ഓടുന്നത്. മയനെ രക്ഷപ്പെട്ടുവെന്നോ? നീ രക്ഷപ്പെട്ടു എന്നല്ലേ? നാരായണ നാരായണ നാരായണ. പാവം മയനാണെങ്കിൽ ആത്മലിംഗം എന്നെ ഏൽപ്പിച്ചു. ഇത് കരദൂഷണന്മാർക്ക് ഞാൻ കൊടുക്കാൻ പാടില്ല. കാരണം അവരിത് പൂജിച്ചാൽ അസുരന്മാർക്കെല്ലാം നല്ലത് വരില്ലേ? മന്നാദി മന്നനാണെന്നുണ്ടെങ്കിലും ഒരു പിടി മണ്ണ് കൊണ്ടുപോയി അവന്റെ മാളികയിൽ വയ്ക്കുകയാണെങ്കിലും അവന്റെ വംശം തന്നെ മണ്ണോട് മണ്ണായി തീരുമെന്നാണ്. നാരായണ, അതുതന്നെയാണ് ശരി. ആത്മലിംഗമേ, നീ അപ്രത്യക്ഷമാകട്ടെ. ഇതിൽ വെറും മണ്ണു നിറയട്ടെ വേഗം. നാരായണ. ശൂർപ്പണകേ, നമ്മുടെ മാതുരൻ മയനെ നമ്മൾ മനമുരുകി വിളിച്ചിട്ട് പോലും ഇതുവരെ അദ്ദേഹം വന്നില്ല. അദ്ദേഹം എങ്ങനെയായാലും എത്തും. നാരായണ നാരായണ. ആരാ ഇത്? ശിവശിവ ശിവശിവായ. ഓ, നാരദ മഹർഷിയാണോ? വന്നാലും വന്നാലും. പ്രണാമം നാരദ മഹർഷി. പ്രണാമം. വിധിയുള്ളതുവരെ വീഴാതെ ജീവിക്കാൻ കഴിയട്ടെ. എന്താ നാരദ മഹർഷേ, അതൊരു വിനയമില്ലാത്ത വാഴ്ത്തലാണല്ലോ. ഇല്ല മകളെ, വിധി തീർന്ന് ശരിയായ രൂപം കൊണ്ടവൻ വിണ്ണിൽ വലിയ പേര് നേടുമെന്നാണ്. അതല്ലാതെ അസ്വാഭാവികമായി രൂപം കൊള്ളുന്നവൻ പൈശാചികമായി അലയുമെന്നും പറയാറുണ്ട്. നിങ്ങൾ വലിയ പേര് നേടട്ടെ എന്ന് ഞാൻ വാഴ്ത്തിയതാണ്. അതൊരു തെറ്റാണോ? ഇല്ല നാരദരെ, നല്ല വാഴ്ത്തലാണ്, നല്ല വാഴ്ത്തലാണ്. അതിരിക്കട്ടെ, എന്തുകൊണ്ടാണ് താങ്കൾ പെട്ടെന്ന് ഇവിടേക്ക് ആഗതനായത്? അതാണോ? അല്ലയോ കരദൂഷണന്മാരെ, ഞാൻ ത്രിലോക സഞ്ചാരത്തിനിടയിൽ ഒരു സമയത്ത് കൈലാസത്തിലേക്ക് പോകുകയായിരുന്നു. അത് പവിത്രമായ ഒരു സ്ഥലമായിരുന്നതിനാൽ അവിടുന്ന് ഒരു പിടി മണ്ണ് ഈ പേടകത്തിൽ എടുത്തുകൊണ്ടുവന്നു. അതെയോ? അതെ, ദാ കണ്ടോളൂ. ഇത് കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നതിനാൽ മികച്ച ശിവഭക്തനായ രാവണൻ ഇത് പൂജിക്കുന്നത് നല്ലതാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. അത് ജ്യേഷ്ഠന്റെ അടുത്ത് കൊടുക്കാതെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത്? ഞാൻ ലങ്കയിൽ രാവണനെ ദർശിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. മാർഗമധ്യേ നിങ്ങളുടെ മാതുലനായ അസുരശില്പി മയനെ കണ്ടുമുട്ടാനിടയായി. ഈ മണ്ണിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. പിന്നീട് ബ്രഹ്മാവിന്റെ മാനസപുത്ര, മരുമക്കളായ കരദൂഷണന്മാർ ദണ്ഡകാരണ്യത്തിൽ ഒരു തെറ്റായ മാളിക പടികഴിപ്പിച്ച് കഷ്ടപ്പെടുകയാണ് എന്നും അതിൽ മാറ്റം വരുത്തുവാനായി എന്നെ അവർ വിളിക്കുന്നുവെന്നും അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നതിനേക്കാൾ നല്ലത് താങ്കൾ ഈ മണ്ണ് കൊണ്ടുപോയി അവരുടെ അടുത്ത് കൊടുത്ത് അവിടെ വച്ച് പൂജ ചെയ്താൽ ആ മാളികയിലുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും, അവർക്ക് സന്തോഷത്തോടെ വാഴാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പേടകം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവണനെ ഏൽപ്പിക്കാം. നാരദ, ജ്യേഷ്ഠൻ രാവണേശ്വരൻ തന്നെയല്ലേ 1000 തപസ്സുകൾ ചെയ്ത് ഒരുപാട് വരങ്ങൾ ഇതിനു മുമ്പ് പ്രാപ്തമാക്കിയിട്ടുള്ളത്? അദ്ദേഹത്തിന് പവിത്രമായ മണ്ണെന്തിനാണ്? ഇപ്പോഴീ പ്രശ്നത്തിൽ കഷ്ടത അനുഭവിക്കുന്ന എന്റെ ഈ ജ്യേഷ്ഠന്മാർക്ക് തന്നെ അത് നൽകിക്കൂടെ? ശൂർപ്പണകേ, നീ ഇത് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മകനെ കാരണേ, ഈ ശിവലോക മണ്ണ് സന്തോഷത്തോടെ സ്വീകരിക്കൂ. നാരായണ, എന്റെ കടമ കഴിഞ്ഞു. ഞാൻ വന്ന കാര്യവും കഴിഞ്ഞു. ശിവ ശിവ. അപ്പൊ പോയിട്ട് വരാം. നാരായണ.